നമസ്കാരം. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ച് കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് ഇന്നലെ KPCC യോഗത്തിൽ MK രാഘവൻ സിദ്ദിഖിനെതിരെ വിമർശനം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് സിദ്ദിഖ് പറഞ്ഞു. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ കലാപം സൃഷ്ടിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് സിദ്ദിഖ് ആരോപിച്ചു. ചേവായൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പാർട്ടിയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ചിലർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. ഇതിൽ തനിക്കെതിരെ രാഘവൻ വിമർശനം ഉന്നയിച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സിദ്ദിഖ് പറഞ്ഞു. വടകരയിലെ ജനങ്ങളോട് CPM മാപ്പ് പറയണമെന്നും KPCC വൈസ് പ്രസിഡന്റ് ടി സിദ്ദിഖ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം വർഗീയ പ്രചാരണങ്ങൾ നടത്തി. വർഗീയ ധ്രുവീകരണത്തിന് ഇടവരുത്തുന്ന പ്രാകൃത ശൈലിയാണ് അവർ സ്വീകരിച്ചത്. വടകര, കോഴിക്കോട് മേഖലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന് തെളിവാണ്. തീ തുപ്പുന്ന വർഗീയത ആളിക്കത്തിക്കുന്ന രീതി മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM ചെയ്യാൻ പാടില്ലാത്തതാണെന്നും സിദ്ദിഖ് പറഞ്ഞു. സൈബർ ബോംബും പാനൂരിലെ ബോംബും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടിച്ചിതറി. സൈബർ ബോംബിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്താത്തത് ഉറവിടം CPM തന്നെയാണെന്നതിന്റെ തെളിവാണ്. ഓരോ പത്രത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് മതപരമായ വൈകാരികത ചൂഷണം ചെയ്യുന്ന വ്യത്യസ്ത പരസ്യങ്ങൾ നൽകി. വർഗീയ പ്രചാരണത്തിനും കലാപാഹ്വാനത്തിനും CPM നേതാക്കൾക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷാഫിക്കെതിരായ പ്രചാരണം ഉത്തരേന്ത്യയിൽ മോദി ചെയ്യുന്നതിനപ്പുറമുള്ള പ്രചാരണമായിരുന്നു. ഇത്രയധികം ഹീനമായ പ്രചാരണം നടത്തിയിട്ടും പ്രബുദ്ധ വടകരയുടെ മനസ്സിൽ ഇളക്കം തട്ടിയിട്ടില്ല. നിർമ്മിച്ചതും പ്രചരിപ്പിച്ചതും ഉന്നതതല ഗൂഢാലോചനയിലൂടെയാണെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ചേർന്ന KPCC നേതൃയോഗത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് MK രാഘവൻ തുറന്നു പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ KPCC അംഗം KV സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 53 പേർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ച് നടത്തിയ വാർത്താ സമ്മേളനം വലിയ പ്രതിസന്ധി നൽകിയതായി MK രാഘവൻ പറഞ്ഞിരുന്നു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു രാജിയിലേക്ക് നയിച്ചതെങ്കിലും ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാവിന്റെ പിന്തുണയുള്ള സംഘമാണിതെന്ന വിമർശനവും ഉയർന്നിരുന്നു. ഈ സംഘത്തിന്റെ തായ്വേരിറക്കണമെന്ന് കൂടി രാഘവൻ യോഗത്തിൽ പറഞ്ഞു വെച്ചതോടെ ഈ സൂചന സിദ്ദിഖിനെക്കുറിച്ചാണെന്ന വ്യാഖ്യാനങ്ങളും പുറത്തുവരികയായിരുന്നു. ഇക്കാര്യം നിഷേധിച്ചായിരുന്നു സിദ്ദിഖ് ഇന്ന് കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയത്. അതേസമയം മാധ്യമങ്ങളിൽ വന്ന പല വാർത്തകളും തെറ്റെന്ന് വിശദീകരിച്ച MK രാഘവൻ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന കാര്യം താൻ ആവശ്യപ്പെട്ടതായി ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു. അതിനിടെ KPCC യോഗത്തിൽ മുരളീധരൻ, പ്രതാപനടക്കമുള്ള നേതാക്കൾക്കെതിരെ തുറന്നടിച്ചു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥിതി ഉണ്ടായി എന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി. മുൻ MP TN പ്രതാപനെയും DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെ പേരെടുത്ത് വിമർശിച്ചായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത്. ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നും തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായത് ഇത് കാരണമാണെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലായിരുന്നു മുരളീധരൻ ആഞ്ഞടിച്ചതെന്നായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പല കെടുകാര്യസ്ഥിതിയും ഉണ്ടായി. പ്രതാപിന്റെയും ജോസ് വെള്ളൂരിൻ്റെയും ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചു. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാരിച്ച ചെലവുകളുണ്ടായെന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളും കണക്കുകളും അതാത് മണ്ഡലങ്ങളിൽ DCC പ്രസിഡന്റുമാർ അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു യോഗത്തിൽ നടന്നത്. ഇതിനിടയിലായിരുന്നു മുരളീധരന്റെ രൂക്ഷ വിമർശനം എന്നതായിരുന്നു വാർത്ത. എന്നാൽ താൻ പറഞ്ഞതായി പുറത്തു വന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് വാർത്ത പുറത്തു വന്നതോടെ മുരളീധരൻ പ്രതികരിക്കുകയും ചെയ്തു. തൃശ്ശൂരിൽ UDF 50,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നും മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ പറയാത്ത കാര്യങ്ങളാണ് വാർത്തയായി വന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. നേരത്തെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് CPM വോട്ട് മറിച്ചെന്ന ആരോപണവുമായി മുരളി രംഗത്ത് വന്നിരുന്നു. പലയിടത്തും ക്രോസ് വോട്ടിംഗ് ഉണ്ടായെന്നും ഗുരുവായൂർ, നാട്ടിക മണ്ഡലങ്ങളിൽ ഇത് പ്രകടമായെന്നും മുരളീധരൻ പറഞ്ഞു. BJP CPM ഡീല് നടന്നിട്ടുണ്ട്. ഗുരുവായൂർ, നാട്ടിക മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഡീല് നടന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ബൂത്ത് തല അവലോകനം നടത്തിയിരുന്നു. ഈ 2 മണ്ഡലത്തിലാണ് ഇത് പ്രകടമായി കാണാനായത്. മറ്റു മണ്ഡലങ്ങളിൽ CPM നേതാക്കളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. ഇതിനെല്ലാം പുറമെ സാധാരണ തർക്കങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് സമാപിച്ചതെന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത്.